ഇക്കരെ കൊട്ടിയൂരിൽ നല്ല തിരക്കായിരുന്നു. കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിങ്ങനെ വിളിച്ച് കയറ്റുന്നുണ്ട്. ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കൂ വാങ്ങിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവട സ്ഥാപനക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വെളിയിലിറങ്ങിയിരുന്നു. ഓരോ സാധനത്തിൻ്റെ, അതായത് തൈലം മുതൽ അങ്ങോട്ട് നമ്മുടെ നാട്ടിലൊന്നും അധികമൊന്നും കിട്ടാത്ത പല സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചന്തയൊക്കെ നല്ല തിരക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഓടപ്പൂ വാങ്ങിക്കുന്ന സ്ഥലമായാലും അങ്ങനെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു മഴ പെയ്തു കേട്ടോ. ആ മഴ പെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും പരക്കം പാച്ചലായി. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഏരിയയിൽ അങ്ങനെ കയറി നിൽക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ കൊട്ടിയൂരായതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നനഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. തിരിച്ചു പോകുമ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിർമാല്യമായിട്ട് അലുവയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊരിയും ഇതൊക്കെ വാങ്ങിക്കുന്ന തിരക്കാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാരാണെങ്കിൽ അവിടെ ചന്തയിൽ പല സാധനങ്ങളും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചന്തക്കാരൊക്കെ നല്ല ഉത്സാഹത്തോടുകൂടി പണിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നല്ല ഒരു മഴ, അതായത് ഒരു ഒന്നൊന്നര മഴ തന്നെയാണെന്ന് പറയാം. നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ പെയ്തപ്പോഴാണ് ഒന്ന് മനസ്സിനും അതുപോലെ ശരീരത്തിനൊക്കെ ഒരു കുളിർമ വന്നത്. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് വേർതിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ മഴ പെയ്തോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വന്ന്, അപ്പോൾ ആരും കൊടയോ കാര്യങ്ങളോ ഒന്നും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും മഴ നനയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു സമയത്ത് തന്നെ അവിടെ നിൽക്കുമ്പോൾ ബളാലിലേക്ക് പോകുന്ന ഒരു പ്രിയദർശിനി ഫ്രീ സർവീസാണ്. അതായത് സ്ത്രീകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പോയിട്ട് വരാം ഇത്രയും ദൂരം. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്നവരൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും തിന്നാനും കുടിക്കാനൊക്കെ അവർ തന്നെയാണ് മുൻപന്തിയിൽ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു വികസനമായിട്ട് കണക്കൂട്ടിയാൽ മതി. അല്ലാതെ നമ്മളിപ്പോഴേ അവർ വരുന്നുണ്ട് ഇവർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റീലൊക്കെ നമ്മൾ കണ്ടു. അവരൊക്കെ ചെയ്യുന്നത് അത് തന്നെയല്ലേ. നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ട്, മൂകാംബി പോകുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് അമ്പലങ്ങളിൽ പോകുന്നില്ലേ കർണാടകയിൽ. അപ്പോൾ അവരൊക്കെ നമ്മളെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? വളരെ മോശമായിട്ടൊന്നുമല്ലോ, നല്ല രീതിയിൽ തന്നെയല്ലേ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മൂകാംബികയിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര മലയാളികളുണ്ട് അവിടെ ജോലി ചെയ്യുന്നത്, അതുപോലെ അവിടെ കച്ചവടം നടത്തുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ്ജുകൾ വരെ നടത്തുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അവർ വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക. അതുപോലെ അവരെ അങ്ങനെ ഒരു ഭാഷ അല്ലെങ്കിൽ കന്നഡക്കാർ വന്നേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളേണ്ട ആവശ്യമില്ല. ഇവിടെ പല ആൾക്കാരും ചെയ്യുന്നത് അത് തന്നെയാണ്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇക്കരെ കൊട്ടിയൂരിലാണെങ്കിൽ നല്ല തിരക്കാന്ന് കേട്ടോ. നല്ല ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരെല്ലാവരും. അപ്പോൾ എല്ലാവരും നല്ല ചൂടിലിങ്ങനെ നിൽക്കുകയാണ്. ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് മഴ പെയ്യാനുള്ള ഇതൊക്കെ ഒരു സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞിട്ടാണ് മഴ പെയ്തട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ സമയത്ത് മഴ പെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല ഒരു കുളിർമയോട് കൂടിയിട്ട് ഒരു മഴ പെയ്യാൻ തുടങ്ങിയത്. ഇപ്പം കണ്ടില്ലേ, ഇപ്പം എല്ലാവരും ഓടുന്നുണ്ടാ. മഴ പെയ്തപ്പോഴെല്ലാവരും ഓടാൻ തുടങ്ങി. അങ്ങനെ ഒരു മഴയാണ് പെയ്തേട്ടാ. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു വലിയ മഴ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പിന്നീട് നനഞ്ഞിട്ടാണ് എല്ലാവരും വണ്ടിയിലേക്ക് കയറേണ്ടി വന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരുണ്ടാവും, പല നാട്ടിലുള്ള ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ കൊട്ടിയൂർ വരണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെസ്സേജ് അയക്കുക. അപ്പോൾ അടുത്ത കൊല്ലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് വരാലോ, കാണാലോ. അതാണ്. ಬೈಯೂರು ಕೊಟ್ಟೂರು ಆಲಕೋಡು ಕೊಡಬೇಡ ಎಲ್ಲರಿಗೂ ಎಲ್ಲ
Gracias.